പാകിസ്ഥാനിൽ വീണ്ടും ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. നിരവധി സൈനികരാണ് കൊല്ലപ്പെട്ടത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? പാകിസ്ഥാനിലെ ഈ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന ആ പ്രവിശ്യയിലാണ്. അവിടെ ഈ വടക്കൻ വസീറിസ്ഥാനിലെ മീർ അലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഒരു ചന്തയിലാണ് ആക്രമണം നടന്നത്. 16 സൈനികരാണ് കൊല്ലപ്പെട്ടത്. 19 പൗരന്മാർ, പാക് പൗരന്മാരടക്കം 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും പരിക്കുകൾ മാരകമാണ്, ഗുരുതരമാണ്. 2 വീടുകളുടെ മേൽക്കൂര സമ്പൂർണ്ണമായിട്ടും സ്ഫോടനത്തിൽ തകർന്നു പോയി. അതായത് ഈ മാർക്കറ്റിൽ ബോംബ് ഉണ്ടായിരുന്നു. അവിടെ കണ്ടെത്തിയ ബോംബ് നിർവീര്യമാക്കാനെത്തിയ സൈനിക യൂണിറ്റിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുമായിട്ട് ചാവേർ ആക്രമിക്കുകയായിരുന്നു. ആരാണ് ചാവേർ ആയി വന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് താലിബാൻ്റെ ഒരു വിഭാഗമായ ഹാഫിസ് ഗുൽ ബഹാദൂർ എന്ന് പറയുന്ന സായുധ സംഘം രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പോലീസും സൈന്യവും ഒക്കെ പറയുന്നത് ഈ മേഖലയിൽ തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തന്നെ ഒരു താലിബാൻ വിഭാഗമുണ്ട്. അവർ വളരെ ശക്തരാണ്. അവർ നിരവധി തവണ ഈ പാകിസ്ഥാൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവരാണ് എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, വാളെടുത്തവൻ വാളാൽ. നിരന്തരം ഈ ലോകത്തെങ്ങും ഭീതി വിതയ്ക്കുന്ന രീതിയിൽ ഭീകരവാദം വളർത്തുകയും ഭീകരരെ റിക്രൂട്ട് ചെയ്യുകയും ഇതുപോലെയുള്ള ആക്രമണങ്ങളിലേക്ക് അവരെ പ്രേരിപ്പിച്ച് തള്ളിവിടുകയൊക്കെ ചെയ്ത് യൂറോപ്യൻ യൂണിയൻ നമുക്കറിയാം ഇന്ന് എന്തു വലിയ ഭീഷണിയാണ് നേരിടുന്നത്. അമേരിക്ക, ലോക പോലീസാണ് അമേരിക്ക. പക്ഷെ ആ അമേരിക്ക പോലും ഇന്ന് വിറയ്ക്കുകയാണ്. അനധികൃത കുടിയേറ്റം, ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെയുള്ള അനധികൃത കുടിയേറ്റം, അതുപോലെ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഈ അറബ് രാഷ്ട്രങ്ങളല്ലാതെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ഈ പറയുന്നത് പോലെ ഭീകര പ്രവർത്തകരുമായിട്ടുള്ള യുദ്ധം, സിറിയ നമുക്കറിയാം എന്താണ്, യമനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലേ, ഗാസയിൽ പാലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം. ഇവിടെ നിന്നെല്ലാം അനധികൃതമായിട്ട് ആൾക്കാർ അമേരിക്കയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ഒക്കെ കുടിയേറുകയാണ്, അഭയാർത്ഥികളായിട്ട് എത്തുകയാണ്. അങ്ങനെയൊക്കെ എത്തുന്നവർ അവിടങ്ങളിൽ ഉണ്ടാക്കുന്ന ദുരിതം, അവിടെ ഈ മതത്തിൻ്റെ പേരിൽ അവർ നടത്തുന്ന എന്താ പറയുക, കൊള്ളരുതായ്മകൾ, അങ്ങനെ തന്നെ പറയണം, കൊള്ളരുതായ്മകൾ, അത് യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയെയും ബാധിച്ചിരിക്കുന്ന വലിയ തലവേദനയാണ്. അപ്പോൾ അതൊക്കെ ലോകമെമ്പാടും ഉണ്ടാക്കുന്ന ഒക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് വരാം. നിരപരാധികളായ മനുഷ്യരെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക. ഇപ്പോൾ തന്നെ നാട് കാണാൻ പോയ, വിനോദസഞ്ചാരത്തിന് പോയ 25 പേരെയാണ് കൊലപ്പെടുത്തിയത്. എന്താണ് അവർ ചെയ്ത തെറ്റ്? അവരോട് മതം ചോദിച്ചു, കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് സാധിക്കാതെ വന്നപ്പോൾ ഉടുതുണി അഴിച്ച് പരിശോധിച്ചിട്ട് പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിക്കുകയായിരുന്നു അല്ലേ. ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് പ്രവർത്തിക്കാൻ ഈ പാകിസ്ഥാനികൾക്ക് കഴിയൂ. ആ പാകിസ്ഥാനാണ് ഇന്ന് തിരിച്ചടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് അവിടെ ഈ ബലൂചിസ്ഥാനിലും അതുപോലെ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും വലിയ തോതിൽ പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ കനത്ത പ്രക്ഷോഭമാണ് നടക്കുന്നത്. അവർ സ്വന്തമായിട്ട് കൊടിയൊക്കെ ഉയർത്തിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ഇനി ഇവിടെ പാക് ഭരണത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ശരി, ഈ പറയുന്നത് പോലെ വലിയ തോതിൽ പാകിസ്ഥാൻ വെല്ലുവിളികൾ നേരിടുക. ഒരു വശത്ത് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്ന ഭീകരത, ഇപ്പുറത്ത് അവർ നേരിടുന്ന ഇത്തരം ചാവേർ ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ, ഇതെല്ലാം ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ അതിന് അർഹരല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. കാരണം അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അത്ര വലുതാണ്. ഇപ്പോൾ തന്നെ ഈ സംഭവത്തിൽ ഈ നടന്ന ചാവേർ ആക്രമണം ഉണ്ടല്ലോ, അത് ഈ വർഷം ഈ 2025 ജനുവരി 1 മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഈ ഖൈബർ പഖ്തൂൺ മേഖലയിലും ബലൂചിസ്ഥാനിലും അടക്കം സർക്കാരിനെതിരെ പോരാടുന്ന സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്രയെന്നറിയണോ? 290ആണ്. ഇതിൻ്റെ 2-3 ഇരട്ടി ആൾക്കാർ പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലപ്പെടുന്നത് ആരാണ്? സൈനിക ഉദ്യോഗസ്ഥരാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, പാകിസ്ഥാൻ വിതച്ചത് കൊയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ വാളെടുത്തവൻ വാളാൽ എന്ന്. അതെ, ചേട്ടൻ പറഞ്ഞ പോലെ ഈ തീവ്രവാദികൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൽ തന്നെയുണ്ട്. അവരുടെ രാഷ്ട്രം മാത്രമേ ഉള്ളൂ, അവിടുത്തെ ജനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളോ മനുഷ്യന്റെ ഇതോ ഒന്നും അവർക്ക് ഒരു പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് അവർ അവരുടെ സ്വന്തം ജനങ്ങളെ തന്നെ ചിലപ്പോൾ വെട്ടി നുറുക്കിക്കൊണ്ടായിരിക്കും അവരുടെ രാജ്യം പണിയുന്നത്. അതെ അതെ അതെ, അവർക്ക് അക്കാര്യത്തിലൊന്നും, അവരെ സംബന്ധിച്ച് കാശ്മീരിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറയുന്നവർ അവരുടെ രാജ്യത്ത് നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളെ കാണുന്നില്ല. ഇപ്പോൾ ബലൂചിസ്ഥാൻ വേറൊരു രാഷ്ട്രമായിട്ട് പോകണം, ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവർ ഉയർത്തുന്ന വാദങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല പാകിസ്ഥാൻ. പക്ഷേ കാശ്മീർ മോചിപ്പിക്കണം. കാശ്മീരിലെ ജനങ്ങൾ മര്യാദയ്ക്ക് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അവർക്ക് അവരുടെ പോക്കറ്റ് നിറയെ പണം കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതൊട്ടും സഹിക്കാനാകാത്തത് പാകിസ്ഥാനാണ്. നമ്മുടെ ഭൂമി അനാവശ്യമായിട്ട് കയ്യേറി അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുകയാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്നാണ് അതിന് പേര്. എന്നിട്ട് പോലും ഈ വീണ്ടും നമ്മളെ നിരന്തരം ഉപദ്രവിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന 3-4 യുദ്ധങ്ങൾ നടത്തി അമ്പേ പരാജയപ്പെട്ടു. 65-ലും 71-ലും 99-ലും ഇപ്പോൾ ഇതാ പഹൽഗാമിലും ഓപ്പറേഷൻ സിന്ദൂറിലുമൊക്കെ പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടിയത് കനത്ത തിരിച്ചടിയാണ്. പക്ഷെ എന്നാലും അവിടുത്തെ ജനങ്ങളോട് പറയും യുദ്ധത്തിൽ ജയിച്ചത് നമ്മളാണ് കേട്ടോ, പിന്നെ അമേരിക്കയൊക്കെ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് നമ്മൾ വെടിനിർത്തുകയായിരുന്നു. ഇന്നിപ്പോൾ അമേരിക്കയായിട്ട് നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമാണ്, അമേരിക്ക പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ. ഭക്ഷണമില്ല, മരുന്നില്ല, വെള്ളമില്ല, എന്നാൽ ഡമ്പ് പറച്ചും തള്ളിന് കുറവൊന്നുമില്ല. അക്കാര്യത്തിൽ പാകിസ്ഥാനെ കണ്ടുപഠിക്കണം. ഇങ്ങനെ തള്ളാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ 16 സൈനികർ കൊല്ലപ്പെട്ടത് ചെറിയ കാര്യമാണ്. ഒരു സ്ഥലത്ത് ബോംബുണ്ടെന്നറിഞ്ഞ് അവിടെ ചെല്ലുകയും ബോംബ് കണ്ടെത്തുകയും അത് നിർവീര്യമാക്കാൻ ഉള്ള നടപടികളുമായിട്ട് സൈന്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഒരു ട്രക്ക്, സ്ഫോടവസ്തുക്കൾ നിറച്ച ട്രക്ക് ഒരാൾ അങ്ങോട്ടേക്ക് ഓടിച്ച് കയറ്റുകയാണ്. അത് പൊട്ടിത്തെറിക്കുന്നു. സൈനികരടക്കം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരിക്കും. തീർച്ചയായിട്ടും ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിന്റെ പരിശോധന നടന്ന് ബോംബ് കണ്ടെത്തി അത് നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് വേറൊരു സ്ഫോടവസ്തു, അപ്പോൾ ഈ ബോംബ് ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ആസൂത്രണമല്ല, വളരെ കൃത്യമായ പ്ലാനിങ് ആണ്. അതായത് എങ്ങനെയും ഇതിൽ ഇത്ര ആൾക്കാരെ കൊല്ലണം, ഇത്ര സൈനികരെ കൊല്ലണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭീകരന്മാർ വന്നിരിക്കുന്നത്. എന്തായാലും ഈ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ്റെ പേരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ 16 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അത് പാകിസ്ഥാനും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 30-ലധികം പേർക്ക് പരിക്കേറ്റു. അതിൽ പൗരന്മാരുണ്ട്, സൈനികരുണ്ട്, സൈനിക ഉദ്യോഗസ്ഥരുണ്ട്, ഇവരെല്ലാവരുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വളരെ ദുർഘടമായ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. എന്നാലും അവർ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറഞ്ഞതുപോലെ ഇത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തറപറ്റി അങ്ങേ അറ്റത്ത് ചെന്നാലും ശരി അവരുടെ ഇന്ത്യ വിരോധം അവസാനിക്കില്ല. ഇന്ത്യ വിരോധത്തിൻ്റെ പേരും പറഞ്ഞ്, കാശ്മീരിൻ്റെ പേരും പറഞ്ഞ് അവർ പാവപ്പെട്ട ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ച്, ഭീകരവാദം പരിശീലിപ്പിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈയിടയ്ക്ക് ചൈനയിലുണ്ടായിരുന്ന പാകിസ്ഥാൻ അനുകൂലമായിട്ട് താലിബാനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഉച്ചകോടി അങ്ങനെ എന്തോ നടന്നിരുന്നല്ലോ. അതായത് നമ്മുടെ SCO, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ, അവിടെ അവർ നടത്തിയ ഉച്ചകോടിയിലാണ് ഇത് പറഞ്ഞതുപോലെ രഞ്ജിനി പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് അവിടെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്ന് പഹൽഗാം ഭീകരാക്രമണത്തെ ഒഴിവാക്കിയിട്ട് ബലൂചിസ്ഥാനിൽ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയത് മാത്രം ഉയർത്തി കാണിച്ചൊരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്ത്യ ആ പ്രമേയം വലിച്ചു കീറി ചൈനയുടെയും പാകിസ്ഥാൻ്റെയും മുഖത്തേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്തായാലും പക്ഷേ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. സാധാരണ നിലയ്ക്ക് ഇങ്ങനെയൊക്കെ പാകിസ്ഥാൻ ഒരു ചെറിയ രാഷ്ട്രമാണ്, 10-26 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ. ആ ചെറിയ ജനസംഖ്യയുള്ള ഒരു ചെറിയ ഭൂപ്രദേശത്ത് വളരെ മനോഹരമായിട്ടും മാന്യമായിട്ടും ഭരിച്ചു മുന്നോട്ട് പോകാം. പക്ഷേ അതിനൊന്നുമല്ല അവരുടെ ശ്രമം. അവിടെ വരുന്ന പണത്തിൻ്റെ, അതായത് ആ രാജ്യത്ത് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു 75% സൈനിക ആവശ്യങ്ങൾക്കാണ്. ഇതുപോലെ മറ്റു രാഷ്ട്രങ്ങളെ ഉപരോധിക്കാനും അവരെ ഉപദ്രവിക്കാനും വേണ്ടുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ എന്താ പറയേണ്ടത്, സ്വയം മറന്ന് ശത്രുവിൻ്റെ നാശത്തിന് വേണ്ടി, ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി, എന്നാൽ ആ ശത്രുവോ ഒരു ശത്രുതയും ഇല്ലാതെ എപ്പോഴും നിലകൊള്ളുന്നു. ആ ഇന്ത്യ എന്ന ഇല്ലാത്ത ശത്രുവിനെ നേരിടാനാണ് പാകിസ്ഥാൻ ഈ ശ്രമമൊക്കെ നടത്തുന്നത്. നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ
പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിനോ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന, അവിടുത്തെ ജനാധിപത്യമൊക്കെ പ്രത്യേകതരം ജനാധിപത്യമാണ്, എങ്കിലും വോട്ടവകാശമുള്ളൊരു സ്ഥലമാണ്, വോട്ടെടുപ്പ് നടക്കാറുണ്ട്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാറുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രത്തിൽ ഈ കൃത്യമായിട്ടൊരു സൈനിക ഭരണം, സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ ഈ ഭരണകൂടത്തെ പോലും അട്ടിമറിക്കാൻ എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായി അവിടെ. എത്ര തവണ നമ്മളത് കണ്ടതാണ്. ഏതൊക്കെ ഗവൺമെൻറ്റുകളെ അവരങ്ങനെ അട്ടിമറിച്ചു, സൈന്യം ഭരണം പിടിച്ചു. പിന്നീട് ജനാധിപത്യം തിരിച്ചു വരുന്ന കാഴ്ചയും ഭാഗികമായെങ്കിലും തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ എന്തായാലും ഇത് വലിയ ഒരു നാണക്കേടും അതേസമയം അവരുടെ തലക്കേറ്റ ഒരു മാരകമായ പ്രഹരവുമാണ്. പറഞ്ഞതുപോലെ 16 സൈനികർ കൊല്ലപ്പെടുക. ആദ്യം പുറത്തു വന്ന വിവരം 13 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. എന്നാൽ 16 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ 30-ലധികം പേർക്ക് മാരകമായി പരിക്കേറ്റിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഇത് പരിക്കിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയും അതുപോലെ തന്നെ ബലൂചിസ്ഥാനും ഒക്കെ ഇന്ന് ഒരു ഭീകരവാദികളുടെ വിളയാട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അവരെ വളർത്തിയതും പാകിസ്ഥാനാണ്, അവരെ പരിശീലിപ്പിച്ചതും പാകിസ്ഥാനാണ്. ഇപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്നതും വാങ്ങുന്നതും പാകിസ്ഥാൻ തന്നെയാണ്. ഈ പാകിസ്ഥാൻ്റെ ഭരണകൂടവും അവിടുത്തെ സൈന്യവും സൈനിക മേധാവിയും അവിടുത്തെ ഈ പറഞ്ഞതുപോലെ അവരുടെ ചാരസംഘടനയൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കെങ്ങനെയും ഇന്ത്യയെ നശിപ്പിക്കണം, ഇന്ത്യയുടെ നാശം കാണണം. ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ അത്ര പോലും GDP ഇല്ലാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. തമിഴ്നാട്ടിൻ്റെ GDP തനിയെ എടുത്തു നോക്കിയാൽ അത് പാകിസ്ഥാൻ്റെ GDPയേക്കാൾ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ 26 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ. നമ്മുടെ UP-യിലും ഉണ്ട് 25 കോടി കൂടുതൽ ആൾക്കാർ. കണക്കെടുത്ത് വരുമ്പോൾ അത് 26 കോടിയൊന്നുമല്ല, കൂടുതൽ പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടായിട്ടും ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഈ പറഞ്ഞ അവർക്ക് നേരെ ഉണ്ടാകുന്ന ചാവേറാക്രമണങ്ങളും സൈനികരുടെ മരണവും ഒരു തുടർക്കഥയായി മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.